ദക്ഷിണ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോട് പ്രദേശത്ത് മംഗലത്ത് എന്ന നായർ തറവാട് ഉണ്ടായിരുന്നു. അവിടെ ഗോവിന്ദൻ എന്ന അവിവാഹിതനായ കാരണവരും അദ്ദേഹത്തിന്റെ അനുജത്തി ചിരുദേവിയും താമസിച്ചിരുന്നു. അതിസുന്ദരിയായ ചിരുദേവി ഒരു ഗണികയായിരുന്നു. കൂടാതെ വേണാട് രാജാവായ രാമവർമ്മയുടെ മകനായ രാമൻ തമ്പിക്ക് അവൾ ഏറെ പ്രിയങ്കരിയായിരുന്നു. ആ തറവാട്ടിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുരാമൻ എന്ന പോണ്ടൻ നായർ ധൈര്യവും ശക്തിയും ഉള്ളവനായിരുന്നു. ഗോവിന്ദനും ചിരുദേവിയും അവന്റെ ചുമലിൽ കയറി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. കുറെക്കാലം കഴിഞ്ഞപ്പോൾ ചിരുദേവിക്ക് കുഞ്ഞുരാമനോട് പ്രണയം തോന്നി. എന്നാൽ അത് സ്നേഹത്തോടൊപ്പം ക്രൂരതയും നിറഞ്ഞതായിരുന്നു. കുഞ്ഞുരാമനും ഗോവിന്ദനും നല്ല സുഹൃത്തുക്കളായി മാറി. എന്നാൽ ഈ സൗഹൃദവും കുഞ്ഞുരാമന്റെ ഭാര്യയോടുള്ള സ്നേഹവും ചിരുദേവിയെ അസ്വസ്ഥയാക്കി. അസൂയ കൊണ്ട് അവൾ കുഞ്ഞുരാമന്റെ ഭാര്യയെ കൊല്ലിച്ചു. ഒരു ദിവസം യാത്രക്കിടെ ഗോവിന്ദൻ ഈ കാര്യം കുഞ്ഞുരാമനോട് പറഞ്ഞു. അതോടെ കോപം പിടിച്ച കുഞ്ഞുരാമൻ ഒരിക്കൽ ഒപ്പം കിടക്കുമ്പോൾ ചിരുദേവിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഗോവിന്ദൻ ഇത് കണ്ടിട്ടും കാണാത്തവനായി നടിച്ചു. മരണത്തിനുശേഷം ചിരുദേവി ഒരു യക്ഷിയായി കാഞ്ഞിരക്കോട്ടിൽ പിറന്നു. അവൾ വീണ്ടും മനോഹരിയായ സ്ത്രീയായി മാറി കുഞ്ഞുരാമനോട് വിവാഹം ആവശ്യപ്പെട്ടു. പക്ഷേ കുഞ്ഞുരാമൻ നിരസിച്ചു. അതോടെ അവൾ ഭീകരരൂപം എടുത്ത് അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഗോവിന്ദൻ, ബലരാമ ഉപാസകൻ, അവളോട് ഒരു കരാർ ചെയ്തു. പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്താൽ 1 വർഷത്തേക്ക് കുഞ്ഞുരാമനെ അവൾക്ക് നൽകാമെന്നു പറഞ്ഞു. ഉപാധികൾ: 1 വർഷം കഴിഞ്ഞാൽ അവൾക്ക് ഒരു ക്ഷേത്രം പണിയണം. ക്ഷേത്രം നശിച്ചാൽ മോക്ഷത്തിനായി നരസിംഹനെ ശരണം പ്രാപിക്കണം. ഗോവിന്ദനും കുഞ്ഞുരാമനും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും തുടരാൻ അവൾ പ്രാർത്ഥിക്കണം. യക്ഷി ഇത് സമ്മതിച്ചു. 1 വർഷം കഴിഞ്ഞ് അവളെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി. പിന്നീട് ക്ഷേത്രം നശിച്ചതിനുശേഷം അവൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹസ്വാമിയെ ശരണം പ്രാപിച്ചു മോക്ഷം നേടാൻ. ഇന്നും കാഞ്ഞിരോട്ട് യക്ഷിയമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കല്ലറയിൽ നരസിംഹോപാസന ചെയ്തു കഴിയുന്നു എന്നാണ് വിശ്വാസം. അവളുടെ മനോഹരവും ഭീകരവുമായ രൂപങ്ങൾ ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ടെന്നും പറയുന്നു.